പരിശുദ്ധാത്മാവിൻ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, നല്ല ദൈവം നമുക്കായി നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം. നമുക്ക് ഈ ഒരു അൾത്താരയ്ക്ക് ചുറ്റും ഇന്ന് ഈ ഒരു പ്രഭാത സമയത്ത് നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. തമ്പുരാൻ്റെ വലിയ കൃപകളെ ഓർക്കാം. നമുക്ക് സുവിശേഷ ഭാഗത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വചനം ഇതാണ്: ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് വരുന്നില്ല എന്ന്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാനുള്ള ആഹ്വാനം സുവിശേഷം നമുക്ക് നൽകുകയാണ്. പിതാവിലേക്ക് പോകുവാനും നിത്യജീവൻ ലഭിക്കുവാനും ഒക്കെ ക്രിസ്തുനാഥൻ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറണം. അപ്രകാരമുള്ള അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരുക്കത്തോടെ ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ കുറവുകളോർത്ത് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Kata
ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ മാനവീനാവേ, കാരുണ്യം തൂകണേ ഞങ്ങളെ. ലോകത്തിൻ മാനവീനാവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിലും നീടും ഞങ്ങളും രക്ഷകനീശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളെ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യവാഗ്ദാവിൻ തേജസ്സിൽ ആരാധനാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങ് മാത്രം പരിപാവനൻ, അങ്ങ് താരേകനാഥനും, അങ്ങ് മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളിലെന്നും പെസഹാ രഹസ്യം നിറവേറ്റണമേ. അങ്ങനെ പരിശുദ്ധ ജ്ഞാനസ്നാനത്താൽ നവീകൃതരാകുവാൻ അങ്ങിടയാക്കിയ ഞങ്ങൾ അങ്ങേ സംരക്ഷണത്തിന്റെ സഹായത്തിൻ കീഴിൽ സമൃദ്ധമായി ഫലം പുറപ്പെടുവിക്കുവാനും നിത്യജീവിതത്തിന്റെ ആനന്ദത്തിലേക്ക് എത്തിച്ചേരുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത് ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചതോടെ പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായക്കാരെ പിറുപിറുത്തു. അതുകൊണ്ട് 12 പേർ ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി പറഞ്ഞു, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ. ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്തെഫാനോസ്, പീലിപ്പോസ്, പ്രൊക്കോറോസ്, നിക്കാനോർ, തീമോൻ, പർമെനാസ്, യഹൂദമതം സ്വീകരിച്ച അന്തിയോക്യക്കാരൻ നിക്കോളവസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അവരെ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ നിർത്തി. അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വെച്ചു. ദൈവവചനം പ്രചരിക്കുകയും ജെറുസലേമിൽ ശിഷ്യരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു. പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. നീതിമാന്മാരെ, കർത്താവിൽ ആനന്ദിക്കുവിൻ. സ്തോത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. 10 കമ്പിയുള്ള വീണമീട്ടി അവിടത്തേക്ക് കീർത്തനം ആലപിക്കുവിൻ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം സത്യമാണ്. അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു.
ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, സജീവശിലയായ ക്രിസ്തുവിനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തെരഞ്ഞെടുത്തതുമായ അമൂല്യശിലയാണവൻ. നിങ്ങൾ സജീവശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവുകയും ചെയ്യട്ടെ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ഇതാ, സിയോനിൽ ഞാനൊരു കല്ല് സ്ഥാപിക്കുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അത് അവർക്ക് തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും. എന്തെന്നാൽ വചനത്തെ ധിക്കരിക്കുന്ന അവർ വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തട്ടി വീഴുന്നു. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. കർത്താവിൻ്റെ വചനം. കർത്താവ് അരുൾ ചെയ്യുന്നു: വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. കൂടെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു: കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു: വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. നിങ്ങളെന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങളവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു: കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി. യേശു പറഞ്ഞു: ഇക്കാലം എത്രയും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെയേ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ബഹുമാനപ്പെട്ട ബെന്യാച്ച സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ,
ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഈശോ അസന്നിഗ്ധമായി നമ്മളെ പഠിപ്പിക്കുന്ന നിത്യമായ ഒരു കാര്യമാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുക. സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ 1, 2 നൂറ്റാണ്ട് കാലഘട്ടമൊക്കെ വിശ്വാസത്തിൻ്റെ സുവർണ കാലഘട്ടമെന്നാണ് പറയുക. കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരാണ്, ക്രിസ്ത്യാനികളാണ് കൊടും ക്രൂരതയ്ക്ക് മുമ്പിൽ തങ്ങളുടെ ശിരസ് നമിച്ച് അതിക്രൂരമായ പീഡനങ്ങൾക്കും മരണത്തിനും തങ്ങൾ തന്നെ വിട്ടുകൊടുത്തത്. അവർ വെറുതെ അങ്ങ് വിട്ടുകൊടുക്കുകയില്ല, മറിച്ച് സന്തോഷത്തോടുകൂടെ, പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ, തുറന്ന ഹൃദയത്തോടുകൂടെയാണ് ആ പീഡനങ്ങളെയും ക്രൂരമായ സഹനങ്ങളെയൊക്കെ ഏറ്റുവാങ്ങിയത്. ഇന്ന് വരെ ഏകദേശം 70 കോടിയോളം രക്തസാക്ഷികളാണ് സഭയ്ക്കുള്ളത്. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ വിശുദ്ധ ഇറനേവൂസ് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇത്രമാത്രം സഹനങ്ങളെ ഇവർക്ക് അതിജീവിക്കുവാൻ സാധിക്കുന്നതെന്ന് പുറം ലോകം ചോദിക്കുമ്പോൾ വിശുദ്ധൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് കാത്തിരിക്കുവാൻ ഒരിടമുണ്ട്, ഞങ്ങളെ കാത്തിരിക്കുന്ന കരുതലുള്ള ഒരു പിതാവ്, ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്രമാത്രം സഹനങ്ങളെയും പീഡനങ്ങളെയും ഒക്കെ അതിജീവിക്കുവാൻ അവർക്ക് സാധിക്കുന്നത്. ഞങ്ങൾക്ക് കാത്തിരിക്കുവാനൊരിടമുണ്ട്, ഞങ്ങളെ കരുതലോട് കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു പിതാവുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാരും രക്തസാക്ഷികളുമൊക്കെ ഈ പീഡനങ്ങളും സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും അവരുടെ കണ്ണുകളുമൊക്കെ ഉടക്കി നിന്നിരുന്നത് ഈ നിത്യമായ ഭവനത്തിലും സ്വർഗീയ പിതാവിൻ്റെ ആ കരുതലിലും തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഞാൻ ആ വഴിയാണ്, ഞാൻ തന്നെയാണ് ആ സത്യം, ഞാൻ തന്നെയാണ് ആ ജീവൻ. ആ ജീവനിലേക്കുള്ള മനുഷ്യൻ്റെ യാത്രയാണ് വിശ്വാസികളുടെ തീർത്ഥയാത്ര. മരണത്തെക്കുറിച്ച് പലപ്പോഴുമൊക്കെ നമ്മൾ വളരെയധികം അസ്വസ്ഥരാകാറുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഇതാ നിങ്ങൾ അസ്വസ്ഥമാകേണ്ട, കാരണം ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഞാൻ പോകുന്നത് പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്കായി ഒരു സ്ഥലം സജ്ജമാക്കുവാൻ വേണ്ടി പോവുകയാണ്. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. സിറ്റി ഓഫ് ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഒരു സിനിമയിൽ ഒരു കുഞ്ഞ് വളരെയധികം ഗൗരവമായുള്ള രോഗം ബാധിച്ച് ICUയിൽ മരണത്തെ കാത്തുകിടക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുവാനായി അവിടെയുള്ള ഡോക്ടേഴ്സ് വളരെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ അതിനൊടുവിൽ ആ കുഞ്ഞിൻ്റെ ആത്മാവ് ആ കുഞ്ഞിൻ്റെ ശരീരം വിട്ടു പോവുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് കൺതുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു മാലാഖ ICUവിൻ്റെ വാതിൽ തുറന്ന് കുഞ്ഞിൻ്റെ അടുക്കലേക്ക് വരുന്നു. ആ കുഞ്ഞിൻ്റെ കരം പിടിച്ച് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കുഞ്ഞ് പുറത്തേക്ക് പോകുന്ന കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? ആ മാലാഖ ഇങ്ങനെയാണ് പറയുന്നത്, വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ തൻ്റെ അപ്പനും അമ്മയും അതുപോലെ തന്നെ ബന്ധുമിത്രങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ബന്ധുമിത്രങ്ങളെയും തൻ്റെ മമ്മിയും ഡാഡിയും നോക്കി ആ കുഞ്ഞ് ഈ മാലാഖയോട് ചോദിക്കുന്നുണ്ട്, ഇവർക്കറിയാൻ പാടില്ലേ ഞാൻ വീട്ടിലേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ മാലാഖ പറയുന്നുണ്ട്, ഇപ്പോഴവർക്കറിയില്ല നാം വീട്ടിലേക്കാണ് പോകുന്നത്, പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ അവർ അറിഞ്ഞുകൊള്ളും നാം വീട്ടിലേക്കാണ് പോകുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ തന്നെയാണ് ആ വീട്, ഈശോ തന്നെയാണ് വഴി, ഈശോ തന്നെയാണ് സത്യം എന്ന് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളെ വ്യക്തമാക്കി കാണിച്ചു തരികയാണ്. ഈശോ പറയുന്നത് വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് പറയുമ്പോൾ എന്നിൽ സത്യമുണ്ട്, എന്നിൽ ജീവനുണ്ട്, എന്നിൽ വഴിയുണ്ട് എന്നല്ല, മറിച്ച് ഞാൻ മാത്രമാണ് വഴി, ഞാൻ മാത്രമാണ് സത്യം, ഞാൻ മാത്രമാണ് ജീവൻ എന്നാണ്. വിശുദ്ധ അഗസ്റ്റിനോസ് പുണ്യവാളൻ പറയുന്നത് ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ്: ഈശോ വഴിയാണെന്ന് പറയുമ്പോൾ നാം ഇനി മറ്റൊരു വഴിയെക്കുറിച്ച് മറ്റൊരു വഴിയിലൂടെ അലയേണ്ട കാര്യമില്ല. ഈശോ സത്യമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു സത്യത്തെക്കുറിച്ച് പ്രകാശം നൽകുന്ന ഈശോയിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ മറ്റൊരു പ്രകാശത്തിലേക്ക് പോകേണ്ട കാര്യമില്ല, കാരണം അവൻ മാത്രമാണ് നിത്യപ്രകാശം. അതുകൊണ്ട് ഈശോയാകുന്ന ഈ സത്യത്തിലേക്ക്
നമ്മുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കുവാനും നിസ്സംശയം ആ പ്രകാശത്തിലൂടെ നടക്കുവാൻ നമുക്ക് സാധിക്കണം. വീണ്ടും പറയുക, ഞാനാണ് ജീവൻ എന്ന് പറയുമ്പോൾ കർത്താവ് പറയുക, ഈ മരണത്തിനപ്പുറം നിങ്ങളെ പുനർജീവനിലേക്ക് നയിക്കുന്ന നിത്യമായ ജീവൻ അവൻ തന്നെയാണ്. അതുകൊണ്ട് മറ്റൊരു ജീവനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ജീവൻ നിത്യമായി നൽകുവാൻ അവന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈശോ പറയുന്നുണ്ട്, അസ്വസ്ഥമാകേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. നമ്മൾ ഈ ലോകത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും അസ്വസ്ഥരാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച്, ഈ ലോകത്തിൻ്റെ രോഗത്തിനെക്കുറിച്ച്, കടബാധ്യതയെക്കുറിച്ച്, ഏറ്റവും പ്രധാനപ്പെട്ടമായി മരണത്തെക്കുറിച്ച്, മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ അസ്വസ്ഥരായി നിൽക്കുമ്പോൾ കർത്താവ് പറയുക, നീ അസ്വസ്ഥമാകേണ്ട, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഈശോയ്ക്ക് മാത്രമേ അങ്ങനെ പറയുവാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഈശോ മാത്രമേ ഈ മരണത്തിനപ്പുറത്തേക്ക് ഉദ്ധാനം ചെയ്ത് നിത്യമായ ജീവനിലേക്ക് കടന്നു പോയിട്ടുള്ളൂ. കാരണം അവൻ മാത്രമാണ് നിത്യമായ ജീവൻ. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇങ്ങനെയാണ് പറയുക, ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ പുഴ ഒഴുകി അത് സമുദ്രത്തോടെടുക്കുമ്പോൾ അതിന് വല്ലാതെ ഭയമാവുകയാണ്. കാരണം ആ സമുദ്രത്തിലേക്ക് എത്തുമ്പോൾ അതിന് നിലനിൽപ്പ് തന്നെ ഭീഷണിയാകുന്നു, അതില്ലാതായിത്തീരും, അതിൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുമെന്നുള്ള ചിന്തയാണ്. പക്ഷേ അത് പിന്നിലേക്ക് നോക്കുമ്പോൾ താൻ ഒഴുകി വന്ന മലനിരകളും കാടുകളും തന്നെ തഴുകിയുണർത്തിയ അല്ലെങ്കിൽ പുൽമേടുകളും തൻ്റെ ഗ്രാമങ്ങളുമൊക്കെ വിട്ട് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പുഴ ചിന്തിക്കുകയാണ്, എനിക്കൊരിക്കലും പിന്നിലേക്കൊഴുകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ പുഴ ചിന്തിക്കുകയാണ്, ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ, ആ സമുദ്രത്തിലേക്ക് എടുത്തു ചാടുക. അങ്ങനെ ചെയ്തെങ്കിൽ ആ പുഴ നിത്യമായി അത് നിലനിൽക്കും. കാരണം പുഴ സമുദ്രത്തിൻ്റെ ഭാഗമായിത്തീരും, പുഴ സമുദ്രമായിത്തീരും. ഇതുതന്നെയാണ് കർത്താവ് പറയുക, ഞാൻ വഴിയാണെന്ന് പറയുമ്പോൾ ഈശോയിലൂടെ കടന്നു വരുന്നവർ അവനുമായി ലയിച്ച് സ്വസ്ഥതയും സമാധാനത്തിലും നിത്യമായ ആനന്ദത്തിലേക്കും ലയിച്ചു തീരും. പിന്നീട് ഒരിക്കലും അസ്വസ്ഥതപ്പെടേണ്ടി വരില്ല. ആമേൻ. ദൈവത്തിലുള്ള വിശ്വാസം നമുക്കൊന്ന് ചേർന്ന് ഏറ്റുപറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു, ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിലും ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിന് ശരീരം സ്വീകരിച്ച മനുഷ്യനായിരുന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു, വിശുദ്ധരീതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. വിശ്വാസികളുടെ പ്രാർത്ഥന. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവനാമത്തിൽ ഒന്നു ചേർന്ന് ബലിയർപ്പിക്കുന്ന നമുക്ക് ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. അതോടൊപ്പം നമ്മുടേതും കുടുംബങ്ങളുടേതും ഇടവകയുടേതുമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവായ ദൈവമേ, തിരുസഭയെ നയിക്കുവാൻ അങ്ങ് തെരഞ്ഞെടുത്ത പരിശുദ്ധ പിതാവ് ലയോ പൗന്നാഴൻ പാപ്പയെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും പ്രത്യേകമായി ഞങ്ങളുടെ ബെന്നിയച്ഛനെയും ആൻസച്ചനെയും സമർപ്പിക്കുന്നു. വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും തങ്ങളെ ഭാരമേൽപ്പിച്ചിരിക്കുന്ന
ജനത്തെ നയിക്കുവാനുള്ള കൃപ അവർക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത നല്ല ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും അങ്ങേ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. വിശ്വാസത്തിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ജീവിതത്തിലും മുന്നോട്ട് പോകുവാനും ഏത് പ്രതിസന്ധിയിലും അങ്ങയുടെ പരിപാലനയെ ആശ്രയിച്ച് ജീവിക്കുവാനും എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യുവാവായ യേശുവെ, എല്ലാ യുവജനങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പാവബന്ധനങ്ങളിലും തഴക്കദോഷങ്ങളിലും ദുശീലങ്ങളിലും പെട്ട് മാനസികമായി വിഷമിക്കുന്നവരെ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ച് സമൂഹത്തിനും സഭയ്ക്കും നന്മ ചെയ്യുന്നവരാകാൻ ഒരുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട് എന്നരുളി ചെയ്ത ദൈവമേ, SLC +2 പരീക്ഷാ ഫലത്തിനായി കാത്തിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. അവരുടെ അധ്വാനത്തെ ഫലവത്താക്കി ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ഈശോയെ, ഞങ്ങളുടെ എല്ലാമായ വിശുദ്ധാന്തോനിസ് പുണ്യാളിൻ്റെ തിരുനാൾ ദിനങ്ങളെ സമർപ്പിക്കുന്നു. പുണ്യാളിൻ്റെ മാധ്യസ്ഥം യാചിച്ചും അനുഗ്രഹദായകമായ ഊട്ടുസദ്യയിൽ പങ്കുചേരുവാൻ ഓടിയണയുന്ന മക്കൾക്ക് കുറവുകൾ നിറവുകളാക്കുകയും അങ്ങയുടെ കടാക്ഷം കൊണ്ട് രോഗങ്ങൾ സൗഖ്യമാവുകയും സങ്കടങ്ങൾ സന്തോഷമാവുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യപിതാവായ ദൈവമേ, ഈ ദിവസങ്ങൾ മരണമടഞ്ഞ എല്ലാ ആത്മാക്കൾക്കും കൂദാശകൾ സ്വീകരിക്കാതെ മൃതിയടഞ്ഞവർക്കും നിത്യശാന്തി നൽകണമെന്നും അവരെ നിത്യസൗഭാഗ്യത്തിന് യോഗ്യരാക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങേ മുൻപിൽ സമർപ്പിച്ച ഈ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കനിഞ്ഞ് അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ആത്മദാനമായി നൽകാനപ്പവും നീയും ആശീർവദിച്ചൊര കൈകളിൽ നാഗിരുന്നു ഞങ്ങളെ പൂർണ്ണമായി കൈക്കൊള്ളണേ ഈശോനൈവേദ്യമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി ആത്മദാനമായി നൽകാനപ്പവും വീഞ്ഞും താരവേദിയിൽ അർപ്പിതമാകാം ഞങ്ങൾ ഒരുക്കിടും അപ്പവും വീഞ്ഞും. ദാസർക്കു പകരമായി കൈക്കൊള്ളണേ പ്രീതിയോടെ ബലി സ്വീകരിക്കണമേ. ദാസർക്കു പകരമായി കൈക്കൊള്ളണേ പ്രീതിയോടെ ബലി സ്വീകരിക്കണമേ.
ആത്മദാനമായി നൽകാനപ്പവും വീഞ്ഞും. ഭോജനവേളയിൽ മാനവക്കായി ഭാഗിച്ചു നൽകി നിൻ ശരീരം. അന്ത്യഭോജനവേളയിൽ മാനവക്കായി ഭാഗിച്ചു നൽകി നിൻ ശരീരം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവത്തിന് മുൻപിൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഇടവകയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടേതായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവം ഏറ്റെടുത്ത് നമ്മെ എല്ലാവരെയും കനിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, ഈ ബലിയുടെ ഭക്തിയാദരങ്ങളോടെയുള്ള വിനിമയത്താൽ ഏകപരമോന്നത ദൈവ പ്രകൃതിയിൽ ഞങ്ങളെ അങ്ങ് പങ്കുകാരാക്കുന്നുവല്ലോ. അങ്ങനെ അങ്ങേ സത്യം ഞങ്ങൾ അറിയുന്ന പോലെ അനുയുക്തമായ ജീവിതശൈലിയിലൂടെ ഞങ്ങൾ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എന്നും എന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. ആയതു യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ഗാഗുൽഥാമാമലവേദിയിൽ മനുഷ്യപാപങ്ങളേന്തി മരിച്ച നാഥ, താപക മൃത്യുവേ പ്രഖ്യാപനം ചെയ്തു മേവിടും ഈ ജനം ആർത്തഭക്തിയാ. തന്നുയർപ്പിങ്കൽ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവരത് ഘോഷിക്കുന്നു. നിൻവരവങ്ങനെ പ്രത്യാശയോടിവർ എന്നെന്നും ഈ മണ്ണിൽ കാത്തിരിപ്പൂ. ആകയാൽ ആമോദം വായ്പിളമരുമാ സ്വർഗീയ ഗായകർ മാലാഖമാർ ദിവ്യപ്രതാപവാൻ അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ.
പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും ബലവും. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും ബലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമമതേ വരുവോനേറ്റം വന്നിടുവാ. കർത്താവിൻ തിരുനാമമതേ വരുവോനേറ്റം വന്നിടുവാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി പെരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഠകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു.
ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ അംബ്രോസ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർക്കുമെന്ന പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ സന്നിധിയിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ അന്തോണീസ് പുണ്യവാനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. യേശുനാഥൻ നമ്മെ പഠിപ്പിച്ചതനുസരിച്ച് ദൈവത്തെ പിതാവെന്ന് വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങളിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസത്തെ തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സഭ മുഴുവനും സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളും പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മേവരും അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ.
ദൈവസ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, രൂപമായിതാ ദിവ്യദാനങ്ങൾ നൽകുന്നു. ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാധി. സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാധി. ആരാധിക്കുന്നു ദൈവമേ, ക്രിസ്തുയാം ദിവ്യസ്നേഹമേ. ആരാധിക്കുന്നു ദൈവമേ, ക്രിസ്തുയാം ദിവ്യസ്നേഹമേ. വംശത്തിൻ രക്ഷയ്ക്കായി വിണ്ണിനാഥൻ വരുന്നിതാ. വംശത്തിൻ രക്ഷയ്ക്കായി വിണ്ണിനാഥൻ വരുന്നിതാ. ജീവനെ കീടാൻ ശക്തിയെ കീടാൻ ആത്മാവിൽ മോക്ഷം നേടിടാം. ജീവനെ കീടാൻ ശക്തിയേകിടാൻ ആത്മാവിൽ മോക്ഷം നേടിടാം. യേശുവേ നീ ഭാഗ്യമേ, ആരാധിക്കുന്നു ദൈവമേ, ക്രിസ്തുയാം ദിവ്യസ്നേഹമേ. ആരാധിക്കുന്നു ദൈവമേ, ക്രിസ്തുയാം ദിവ്യസ്നേഹമേ. ഈ ദിവ്യബലിക്ക് നേതൃത്വം നൽകിയത് ജപമാല രാജ്ഞി കുടുംബ യൂണിറ്റ് അംഗങ്ങളാണ്. ജപമാല രാജ്ഞി യൂണിറ്റിലെ ഭാരവാഹികൾക്കും എല്ലാ കുടുംബങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത ഞായറാഴ്ച പ്രത്യേകിച്ച് യൂണിറ്റ് നേതൃത്വം നൽകുന്നില്ല. 17-ാം തീയതി അടുത്തതിൻ്റെ പിന്നത്തെ ഞായറാഴ്ച ഫാത്തിമ മാതാ കുടുംബ യൂണിറ്റ് അംഗങ്ങൾ ദിവ്യബലിക്ക് നേതൃത്വം നൽകുക. കഴിഞ്ഞ ആഴ്ചയിലെ പിരിവ് 10,815 രൂപ. കാരുണ്യ ഭവനത്തിലേക്കുള്ള ഈ ആഴ്ചയിലെ സംഭാവന ജോൺ മരിയ വിയാനി കുടുംബ യൂണിറ്റ് 1,260 രൂപ, ആൻ്റണി സജിത്ത് കുറുപ്പശ്ശേരി 480 രൂപ, ശങ്കരാശ്ശേരി നിഖിൽ 2,000 രൂപ. ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ കുട്ടികളുടെ കാഴ്ചവെപ്പ് 3,320 രൂപ. ദിവ്യബലിക്ക് ശേഷം നമ്മൾ ഉടനെ പരിശുദ്ധ കുർബാനയുടെ ആരാധന തുടങ്ങുകയാണ്. പകൽ മുഴുവൻ ഇന്ന് ആരാധന സമയമാണ്. ക്രമമനുസരിച്ച് എല്ലാവരും അതിൽ സംബന്ധിക്കുക. ഇപ്പോൾ നമ്മൾ ആരാധനയ്ക്ക് ആശീർവാദത്തിന് ശേഷം ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് ചെറിയ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആരാധന ആരംഭിക്കുന്നു. ആരംഭിച്ചതിന് ശേഷം തിരുനാൾ കമ്മിറ്റികളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. സംയുക്തമായിട്ടുള്ള മീറ്റിംഗ് പുതിയ ബിൽഡിങ്ങിൽ വെച്ച് നടത്തപ്പെടുന്നു. എല്ലാ കമ്മിറ്റികളുടെയും പ്രവർത്തനം, ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ
വിലയിരുത്തുവാനായിട്ട് ഓരോ കമ്മിറ്റിയിൽ നിന്നും 3 പേരെങ്കിലും സംബന്ധിക്കുവാനായിട്ട് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കുക. മറ്റന്നാൾ ചൊവ്വാഴ്ച നമ്മുടെ തിരുനാളിന് കൊടികയറ്റ ദിവസമാണ്. 10-15 ആഘോഷമായിട്ടുള്ള കൊടികയറ്റം. വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്രാൻ അഭിമന്യ ആന്റണി വാലുങ്കൽ പിതാവാണ് അത് നിർവഹിക്കുന്നത്. എല്ലാവരും തിരുനാൾ ദിനങ്ങളിലെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരിക്കുക. എപ്പോഴും നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ തിരുനാൾ ഏറ്റവും ഭംഗിയാക്കി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു ചിന്ത എല്ലാവരിലും ഉണ്ടായിരിക്കുക. ഇന്നത്തെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. വൈകിട്ട് 5 മണിക്ക് ദിവ്യബലി ഉണ്ടായിരിക്കും. തുടർന്ന് ആരാധനയുടെ പൊതുവായിട്ടുള്ള സമാപനം, അതിനുശേഷം ആശീർവാദവും ഉണ്ടായിരിക്കുന്നതാണ്. ചൊവ്വാഴ്ച തിരുക്കർമ്മങ്ങളെല്ലാം സാധാരണ പോലെ തന്നെയാണ്. മറ്റു ദിവസങ്ങളിൽ രാവിലെ 7 മണിക്കും വൈകിട്ട് 5:30 ദിവ്യബലി ഉണ്ടായിരിക്കും. ആഘോഷമായിട്ടുള്ള തിരുനാൾ ദിവ്യബലി വൈകിട്ട് 5:30 ഓരോ കുടുംബ യൂണിറ്റ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ 2-3 കുടുംബ യൂണിറ്റുകളൊക്കെ ഒന്നിച്ചു ചേർന്നാണ് ദിവ്യബലികൾക്ക് നേതൃത്വം നൽകുന്നത്. അവരുടെ ലിസ്റ്റുകൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഈ കുടുംബ യൂണിറ്റുകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്ത ഞായറാഴ്ച വരെ, ശനിയാഴ്ച വരെ ഇപ്രകാരമായിരിക്കും. രാവിലെ 7 മണിക്കും വൈകിട്ട് 5:30. അടുത്ത ഞായറാഴ്ച കാലത്തെ കുർബാന 6:30 മണിക്ക് തന്നെയാണ്. 9:30 പ്രസിദ്ധന്തിമാരുടെ ദിവ്യബലി. രണ്ടാമത്തെ ദിവ്യബലി 9:30 വൈകിട്ട് 5:30 സാധാരണ പോലെ തിരുനാൾ ദിവ്യബലിയും ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് നോട്ടീസിലില്ലാത്ത 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുള്ളത്. നമ്മളിവിടെ ഇടവകയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ടും നമ്മുടെ ഈ പ്രദേശത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഒരു ഗാനമേള ഒരുക്കിയിട്ടുണ്ട്. വരുന്ന വ്യാഴാഴ്ചയാണ്, 7-ാം തീയതിയാണ് ഗാനമേള വെച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് ദിവ്യബലിക്ക് ശേഷമായിരിക്കും ഗാനമേള. അതുപോലെ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇടവക ദിനത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. ശനിയാഴ്ച ഇടവക ദിനമാണ്. കുർബാനയ്ക്ക് ശേഷം, വൈകിട്ടത്തെ കുർബാനയ്ക്ക് ശേഷം ഇടവക ദിനത്തോടനുബന്ധിച്ചുള്ള ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരിക്കും. തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ കലാപരിപാടികൾ, ആദ്യ പകുതി യൂണിറ്റുകൾ അന്നേ ദിവസവും, പിന്നീട് ഞായറാഴ്ച ബാക്കിയുള്ള യൂണിറ്റുകളും കൃത്യമായിട്ട് യൂണിറ്റുകൾ വഴിയായിട്ട് ഒന്നുകൂടി അറിയിക്കുന്നതാണ്. ഞായറാഴ്ചയും കലാപരിപാടികളൊക്കെ ഉണ്ടായിരിക്കുന്നതാണെന്ന് അറിയിക്കുകയാണ്. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുവാനായിട്ട്. നമുക്കിപ്പോൾ സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങേ മക്കളോട് കൂടെ ആയിരിക്കണമേ. സ്വർഗീയ രഹസ്യങ്ങളിൽ അങ്ങ് പ്രചോദിപ്പിച്ച ഞങ്ങളെ പഴയ ജീവിത ശൈലിയിൽ നിന്ന് നവജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെയും ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടുന്ന് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടുന്ന് തൻ്റെ വചനം നിങ്ങളുടെ നേർക്ക് തിരിക്കുകയും നിങ്ങൾക്ക് തൻ്റെ സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. കവാടം തുറക്കും ശത്രുവിൻ മണികൾ തകർക്കാം. ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം.
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നുള്ളം തിരയുന്നൊരീ സ്നേഹം നീ മാത്രമേ, എന്നിനവിലും കനവിലുമായി നിറയുന്നൊരൻ ദൈവമേ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥ, കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ നീ. ഇരുൾ മൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥ, കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ. ഇടനെഞ്ചിൽ മുറിവോടെ അണയുന്നു നീ, എന്നെ നിന്മാരോടു ചേർത്തിടുവാൻ. ആ നെഞ്ചിന്റെ ചൂടേറ്റുറങ്ങട്ടെ ഞാൻ, അതുമാത്രമാണെന്റെ ആനന്ദമേ.
എന്നിനവിലും കനവിലുമായി നിറയുന്നൊരൻ ദൈവമേ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥ, കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ നീ. ഇരുൾ മൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥ, കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ. ഇടനെഞ്ചിൽ മുറിവോടെ അണയുന്നു നീ, എന്നെ നിന്മാരോടു ചേർത്തിടുവാ. ആ നെഞ്ചിന്റെ ചൂടേറ്റുറങ്ങട്ടെ ഞാൻ, അതുമാത്രമായി